ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനും ചീസും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഇതിൻ്റെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം ഒരു ഡോ തയ്യാറാക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. പിന്നെ മാവ് കുഴക്കാൻ ആവശ്യത്തിനുള്ള പാലും കൂടി വേണം. പാലൊന്ന് ലൈറ്റായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഞാനിപ്പം 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല, ഒരു 3/4 കപ്പോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് എത്രയാണ് വേണ്ടത് അത്രയും പാൽ യൂസ് ചെയ്യും. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഇത് വേറൊരു ബൗളിലേക്ക് എണ്ണ തടവിയിട്ട് അതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ച് വെച്ച മാവിൻ്റെ മേലും കൂടി അല്പം എണ്ണ തടവി വെക്കാം. ഇനി ഇത് കവർ ചെയ്ത് പൊങ്ങാൻ വെക്കാം. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 2 നുള്ള് ഒറിഗാനോ, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പിട്ട് വേവിച്ച് പൊടിച്ചെടുത്ത ചിക്കനാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1.5 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായി 2 സ്ലൈസ് ചീസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ തിക്കാക്കി എടുക്കാം. ഞാനിവിടെ അധികം തിക്കാക്കി എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു അളവ് കൊണ്ട് നമുക്ക് 10 മുതൽ 12 സ്നാക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇത് ഓരോ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയല്ല, ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നും അല്പം കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. പൂരിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് കൈവെള്ളയിൽ വെച്ച് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഓരോ ഉരുളകളും ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു ബന്നിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്.
ഫില്ലിങ് ചൂടുള്ളത് കൊണ്ടാണ് ഇതിലല്പം ലൂസായി കാണുന്നത്. അത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ടൈറ്റായി വരുന്നതാണ്. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇനി ഇത് അടുപ്പുള്ളൊരു പാനിൽ വെച്ച് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ടാക്കി വെച്ച സ്നാക്ക് ഓരോന്നും പരസ്പരം മുട്ടാത്ത രീതിയിൽ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എഗ്ഗ് വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എഗ്ഗ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്കിതിൻ്റെ മേലെ എള്ള് വിതറി കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫുള്ളായി കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ വേണ്ടി മാത്രം ഒരു 2 മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി അവസാനമായി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ബട്ടറും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഫില്ലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഡിന്നറായിട്ടും സെർവ് ചെയ്യാം. അതുപോലെ പാർട്ടികളിലൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.